ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. രാജ്യത്തെ പല പ്രമുഖ സംസ്ഥാനങ്ങളിലും COVID-19 നിയന്ത്രണങ്ങൾക്ക് അയവ് വന്ന സാഹചര്യത്തിൽ മാർക്കറ്റിൽ നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഉണർവാണ് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മാർക്കറ്റിൽ IPO സീസൺ വരവായി എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ കൂടി ലഭിക്കുന്നുണ്ട്. കാരണം വരുന്ന ആഴ്ച മാത്രം നമ്മൾക്ക് 4 IPOകളാണ് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. അതിൽ പ്രധാനമായും 2 IPOകൾ നാളെ അല്ലെങ്കിൽ 14 ജൂൺ 2021 തന്നെയാണ് ആരംഭിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നാളെ ആരംഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട IPOയായ ശ്യാം മെറ്റാലിക്സ് IPOയുടെ റിവ്യൂ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസിൽ നമ്മൾ ഈ കമ്പനിയുടെ ബിസിനസ് മോഡൽ, കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് അനാലിസിസ്, വാല്യൂഷൻ അനാലിസിസ്, അതോടൊപ്പം തന്നെ കമ്പനിയുടെ പോസിറ്റീവ് പോയിന്റുകളെക്കുറിച്ചും നെഗറ്റീവ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജുകളെക്കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്. ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. 2002 പ്രവർത്തനം ആരംഭിച്ച ഇൻ്റഗ്രേറ്റഡ് മെറ്റൽ പ്രൊഡ്യൂസർ കമ്പനിയാണ് ശ്യാം മെറ്റാലിക്സ് ആൻഡ് എനർജി ലിമിറ്റഡ് എന്ന കമ്പനി. ഈ കമ്പനി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ലോങ് സ്റ്റീൽ പ്രൊഡക്റ്റുകളുടെ നിർമ്മാണത്തിലും അതുപോലെ തന്നെ ഫെറോ അലോയ്സ് പ്രൊഡക്റ്റുകളുടെ നിർമ്മാണത്തിലുമാണ്. ലോങ് സ്റ്റീൽ പ്രൊഡക്റ്റുകളിൽ അയൺ പെല്ലറ്റ്, സ്പോഞ്ച് അയൺ, സ്റ്റീൽ ബില്ലറ്റ്സ്, TMT, സ്ട്രക്ചർ പ്രൊഡക്റ്റ്, വയർ റോഡ് എന്നീ പ്രൊഡക്റ്റുകളാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. ഇതിൽ സ്പോഞ്ച് അയൺ പ്രൊഡക്ഷനിൽ ഈ കമ്പനി ലോകത്തിലെ തന്നെ 4ാമത്തെ ഏറ്റവും വലിയ കമ്പനിയാണ്. അതുകൂടാതെ ഫെറോ അലോയ്സ് പ്രൊഡക്ഷനിൽ ഈ കമ്പനി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനിയാണ്. ഒരുപാട് പ്രമുഖ സ്റ്റീൽ സെക്ടർ കമ്പനികൾ ഈ കമ്പനിയുടെ ക്ലയൻ്റായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിച്ച ജിൻഡാൽ സ്റ്റെയിൻലെസ് ലിമിറ്റഡ്, കൂടാതെ റിംജിം ഇസ്പാട്ട് ലിമിറ്റഡ് എന്നീ കമ്പനികൾ ഈ കമ്പനിയുടെ ക്ലയൻ്റാണ്. ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പോസ്കോ ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ, വേൾഡ് മെറ്റൽ ആൻഡ് അലോയ്സ്, ട്രാക്സിസ് നോർത്ത് അമേരിക്ക LLC തുടങ്ങിയ കമ്പനികളും ഈ കമ്പനിയുടെ ഇൻ്റർനാഷണൽ ക്ലയൻ്റായിട്ട് വരും. അതോടൊപ്പം തന്നെ ഈ കമ്പനിക്ക് പ്രമുഖമായും അല്ലെങ്കിൽ പ്രധാനമായും 3 മാനുഫാക്ചറിംഗ് പ്ലാന്റുകളാണുള്ളത്. ഈ 3 മാനുഫാക്ചറിംഗ് പ്ലാന്റും ഇന്ത്യയിലെ മിനറൽ റിച്ച് ഏരിയയിൽ തന്നെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതായത് 2 പ്ലാന്റുകൾ വെസ്റ്റ് ബംഗാളിലും 1 പ്ലാന്റ് ഒഡീസയിലുമാണ്. കൂടാതെ വെൽ കണക്റ്റഡ് റോഡ് ആൻഡ് റെയിൽ നെറ്റ്വർക്ക് ഈ കമ്പനിയുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിനെയും റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ കപ്പാസിറ്റിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 5.71 മില്യൺ ടൺ കപ്പാസിറ്റി പെർ ആനം എന്ന റേറ്റിലാണ് കമ്പനിയുടെ മെറ്റൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി. മെറ്റൽ മാനുഫാക്ചറിംഗ് കമ്പനി ആയതുകൊണ്ട് കമ്പനി പവർ പ്ലാന്റ് വഴി പവർ മാനുഫാക്ചറിംഗ് കൂടി നടത്തുന്നുണ്ട്. ഏകദേശം 227 മെഗാവാട്ടിൻ്റെ പവർ പ്ലാന്റാണ് ഈ കമ്പനിക്കുള്ളത്. കമ്പനിക്ക് വളരെ അഗ്രസീവായിട്ടുള്ള എക്സ്പാൻഷൻ പ്ലാനാണ് കാണാൻ സാധിക്കുന്നത്. അതായത് 2022 ഫിനാൻഷ്യൽ ഇയറോടുകൂടി കമ്പനി അതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് 5.71 മില്യൺ ടണ്ണിൽ നിന്നും കമ്പനിയുടെ മെറ്റൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 11.60 മില്യൺ ടണ്ണും പവർ കപ്പാസിറ്റി 227 മെഗാവാട്ടിൽ നിന്നും 357 മെഗാവാട്ടുമായി വർദ്ധിപ്പിക്കുന്നതിനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ലോങ് സ്റ്റീൽ പ്രൊഡക്ട്സ് മാനുഫാക്ചറിംഗ് കമ്പനികളിൽ നിന്നും വളരെ വിഭിന്നവും എന്നാൽ വളരെ സുപ്പീരിയറുമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പെർഫോമൻസ് ആണ് നമ്മൾക്ക് ശ്യാം മെറ്റാലിക്സ് എനർജി ലിമിറ്റഡ് എന്ന കമ്പനിയിൽ കാണാൻ സാധിക്കുന്നത്. കമ്പനിയുടെ എൻ്റയർ റവന്യൂ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സ്പോഞ്ച് അയണിൽ നിന്നും അതുപോലെ തന്നെ ഫെറോ അലോയ്സിൽ നിന്നുമാണ് കമ്പനിയുടെ മേജർ റവന്യൂ വരുന്നതെന്ന് മനസ്സിലാക്കാം. സ്പോഞ്ച് അയണിൽ നിന്നും 25% റവന്യൂവും ഫെറോ അലോയ്സിൽ നിന്നും 31% റവന്യൂവുമാണ് വരുന്നത്. അതുകൂടാതെ TMT സ്ട്രക്ചറൽ പ്രൊഡക്റ്റുകളിൽ നിന്നും 16% റവന്യൂവും, സ്റ്റീൽ ബില്ലറ്റുകളിൽ നിന്നും 19% റവന്യൂവും, അയൺ പെല്ലറ്റ്സിൽ നിന്നും 9% റവന്യൂവുമാണ് കമ്പനി ജനറേറ്റ് ചെയ്യുന്നത്. കമ്പനിയുടെ റവന്യൂ 2018 ഫിനാൻഷ്യൽ ഇയറിൽ 33,425 മില്യൺ ആയിരുന്നു. ഇത് 2020 ഫിനാൻഷ്യൽ ഇയർ ആയപ്പോൾ 43,628 മില്യണായി മാറിയിട്ടുണ്ട്. അതായത് റവന്യൂവിൽ നമ്മൾക്ക് 6.56% എന്ന CAGR ഗ്രോത്ത് ആണ് കാണാൻ സാധിക്കുന്നത്. EBITDA നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 6,340 മില്യണിൽ നിന്നും 7,173 മില്യണായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാഷണൽ റേറ്റിംഗ് ഏജൻസിയായ ക്രിസിൽ ഈ കമ്പനിയെ ലീസ്റ്റ് ലിവറേജ്ഡ് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് കമ്പനിയുടെ ഇൻട്രസ്റ്റ്
ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ വളരെ ഹെൽത്തി ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കമ്പനിയുടെ ROCE പരിശോധിക്കുകയാണെങ്കിൽ മെറ്റൽ സെക്ടറിലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ROCE ആണ് കമ്പനിയിൽ കാണാൻ സാധിക്കുന്നത്. അതായത് 2018 ഫിനാൻഷ്യൽ ഇയറിൽ 19.58%, 2019 24.69%, 2020 9.49%, 2021 ഫിനാൻഷ്യൽ ഇയറിലെ ആദ്യത്തെ 9 മാസങ്ങളിൽ 13.30% എന്ന രീതിയിലുള്ള ROCE ആണ് കാണാൻ സാധിക്കുന്നത്. കമ്പനിയുടെ ഗ്രോസ് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ പരിശോധിക്കുകയാണെങ്കിൽ അവിടെയും നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രോസ് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഉണ്ടെന്ന് മനസ്സിലാകും. അതായത് കമ്പനി അതിൻ്റെ ഏണിങ്സിൽ നിന്നും എത്ര പെട്ടെന്ന് ഡെപ്റ്റ് കവർ ചെയ്യുന്നു അല്ലെങ്കിൽ ഡെപ്റ്റ് ക്ലിയർ ചെയ്യുന്നു എന്നുള്ള ഫാക്റ്റാണ് ഗ്രോസ് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ കമ്പനിയുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കുകയാണെങ്കിൽ 0.27% എന്നുള്ള ഒരു ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ നമ്മൾക്ക് കാണാൻ സാധിക്കും. അതായത് മെറ്റൽ സെക്ടർ പോലുള്ള ഹെവി അസറ്റ് മോഡൽ ബിസിനസ്സിൽ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഫാക്ടർ തന്നെയാണ്. ഇനി കമ്പനിയുടെ സെയിൽസ് പെർഫോമൻസ് നോക്കാം. അതായത് 2018 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ സെയിൽസ് 20% വർദ്ധിച്ചു. 19-20 ഫിനാൻഷ്യൽ ഇയറിൽ സെയിൽസ് 5% ഡിക്ലൈനായി. 20-21 ഫിനാൻഷ്യൽ ഇയറിൽ സെയിൽസ് 20% വർദ്ധിച്ചു. കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിനും എബിറ്റയും എപ്പോഴും പോസിറ്റീവ് സൈഡിൽ തന്നെയാണ്. ഇത് ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. കാരണം മെറ്റൽ സെക്ടറിലെ വളരെ വലിയ കമ്പനികളിൽ പോലും ഈ ഒരു ഫാക്ടർ കാണാൻ സാധിക്കാറില്ല. അതുകൂടാതെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൽ, അതായത് സെക്ടർ ഒരു സൈക്ലിക് സെക്ടറാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകളെ സൈക്ലിക് സ്റ്റോക്കുകൾ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം എക്കോണമിക് ബൂസ്റ്റും എക്കോണമിക് സ്ലോ ഡൗണിൻ്റെയും ഒക്കെ ഡയറക്റ്റ് ഇമ്പാക്റ്റ് നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ഈ കമ്പനിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് പ്രോഫിറ്റിൽ നമ്മൾക്ക് അല്പം ഏറ്റക്കുറച്ചിലുകൾ കാണാൻ സാധിക്കും. 2018 ഫിനാൻഷ്യൽ ഇയറിൽ 528 കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു. പിന്നീട് അത് 637 കോടി രൂപയുടെ പ്രോഫിറ്റായി വർദ്ധിക്കുകയും അതിനുശേഷം 340 കോടി രൂപയുടെ പ്രോഫിറ്റായി ഡിക്ലൈൻ ചെയ്യുകയും ശേഷം 456 കോടി രൂപയുടെ പ്രോഫിറ്റായി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് കമ്പനിയുടെ എൻ്റയർ ഫിനാൻഷ്യൽ പെർഫോമൻസ് അനാലിസിസ് നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ, അതുകൂടാതെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, കൂടാതെ എബിറ്റ, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഇവയെല്ലാം വളരെ ഹെൽത്തി ആയിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. ശ്യാം മെറ്റാലിക്സ് ആൻഡ് എനർജി ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പീർ ഗ്രൂപ്പ് കമ്പാരിസൺ വഴി നമ്മൾക്ക് IPOയുടെ വാല്യൂഷൻ അനാലിസിസിലേക്ക് കടക്കാം. ഈ സെക്ടറിലെ പ്രധാനപ്പെട്ട കമ്പനികളായ ടാറ്റ സ്റ്റീൽ ലിമിറ്റഡ്, JSW സ്റ്റീൽ ലിമിറ്റഡ്, സെയിൽ, JSPL എന്നീ കമ്പനികളുമായി കമ്പയർ ചെയ്യുമ്പോൾ ശ്യാം മെറ്റാലിക്കിൻ്റെ PE ആയിട്ട് വരുന്നത് 12.50 ആണ്. സെക്ടറിൻ്റെ PE നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 13.20 ആണ്. അതായത് സെക്ടറിൻ്റെ PEയുമായി മാച്ച് ചെയ്യുന്ന ഒരു PE തന്നെയാണ് ശ്യാം മെറ്റാലിക്കിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ 2021 ഫിനാൻഷ്യൽ ഇയറിലെ 9 മാസത്തെ EPSും IPOയുടെ അപ്പർ പ്രൈസ് ബാൻഡും കണക്കിലെടുത്തുള്ള ഒരു വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ അവിടെയും നമ്മൾക്ക് 12.5 തന്നെയാണ് ലഭിക്കുന്നത്. ഇനി IPO റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഡേറ്റുകൾ മനസ്സിലാക്കാം. IPO ആരംഭിക്കുന്നത് 14 ജൂൺ 2021 IPO അവസാനിക്കുന്നത് 16 ജൂൺ 2021 IPOയിൽ ഫേസ് വാല്യൂ ആയിട്ട് വരുന്നത് 10 രൂപയാണ്. കൂടാതെ IPOയിൽ നമ്മൾക്ക് ഏകദേശം രണ്ട് പ്രൈസ് ബാൻഡുകളാണ് കാണാൻ സാധിക്കുക. ലോവർ പ്രൈസ് ബാൻഡ് 303 രൂപയും അപ്പർ പ്രൈസ് ബാൻഡ് 306 രൂപയുമാണ്. IPOയിൽ നമ്മൾക്ക് ഒരു ലോട്ടിന് വേണ്ടി അപേക്ഷിക്കേണ്ടി വരും. ഒരു ലോട്ടിൽ 45 ഷെയറുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഈ 45 ഷെയറിൻ്റെ വിലയായിട്ട് കാണുന്നത് 13,770 രൂപയാണ്. മാക്സിമം നമ്മൾക്ക് റീറ്റെയിൽ കാറ്റഗറിയിൽ 14 ലോട്ടുകൾക്ക് അപേക്ഷിക്കാം. അതായത് 1,92,780 രൂപയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. IPOയുടെ സൈസ് നോക്കുകയാണെങ്കിൽ 909 കോടി രൂപയുടെ IPO ആണ്. ഇതിൽ ഫ്രഷ് ഇഷ്യൂ കാറ്റഗറിയിൽ 657 കോടി രൂപയും ഓഫർ ഓഫ് സെയിൽസിൽ 252 കോടി രൂപയുമാണ് വരുന്നത്. ഇതുകൂടാതെ IPOയിൽ പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ IPOയ്ക്ക് മുൻപേ ഈ കമ്പനിയിൽ 100% പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണുള്ളത്. IPOയ്ക്ക് ശേഷം അത് 88.35% കുറയും. IPOയുടെ പ്രധാന പർപ്പസ് നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് മുകളിലുള്ള ഡെപ്റ്റ് റീപേ ചെയ്യുക, അതുകൂടാതെ തന്നെ ബിസിനസ് എക്സ്പാൻഷൻ, ഈ രണ്ട് പർപ്പസാണ് കാണാൻ സാധിക്കുന്നത്. IPOയുടെ ലിസ്റ്റിംഗ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ 24 ജൂൺ 2021. നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് IPO ലഭിച്ചു കഴിഞ്ഞാൽ ഷെയറുകൾ ക്രെഡിറ്റ് ആകുന്നത് 23 ജൂൺ 2021. IPO ലഭിച്ചില്ലെങ്കിൽ ഫണ്ട് റീഫണ്ട് ആകുന്നത് 22 ജൂൺ 2021.
ഇനി നമ്മൾക്ക് IPO ലഭിക്കാനുള്ള സാധ്യതയെക്കുറിച്ചും അതുപോലെ തന്നെ IPOയിൽ നിന്നും എത്ര ശതമാനം ലിസ്റ്റിംഗ് ഗെയിൻ പ്രതീക്ഷിക്കാം എന്നതിനെക്കുറിച്ചും ഡിസ്കസ് ചെയ്യാം. അതായത് IPOയുടെ കാറ്റഗറി വൈസ് ബ്രേക്കപ്പ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 909 കോടി രൂപയ്ക്ക് തത്തുല്യമായ ഷെയറുകളാണ് ഈ IPO വഴി വിറ്റഴിക്കുന്നത്. ഇതിൽ ആങ്കർ ഇൻവെസ്റ്റേഴ്സിന് 269 കോടി രൂപയ്ക്ക് തത്തുല്യമായ ഷെയറുകളും QIBക്ക് 179 കോടിക്ക് തത്തുല്യമായ ഷെയറുകളും NIക്ക് 134 കോടി രൂപയ്ക്ക് തത്തുല്യമായ ഷെയറുകളുമാണ് നീക്കിവെച്ചിരിക്കുന്നത്. റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിൻ്റെ പോർഷൻ നോക്കുകയാണെങ്കിൽ 314 കോടി രൂപയ്ക്ക് തത്തുല്യമായ ഷെയറുകളാണ്. അതിനർത്ഥം റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിന് ഈ IPO ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്, കാരണം കൂടുതൽ അലോക്കേഷൻ ഉണ്ട്. ഇനി ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തെക്കുറിച്ച് സംസാരിക്കാം. എൻ്റയർ ഗ്രേ മാർക്കറ്റ് പ്രീമിയം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 80 രൂപ മുതൽ 180 രൂപ വരെയുള്ള ഒരു റേഞ്ചിലുള്ള എക്സ്പെക്റ്റേഷനാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് IPOയുടെ അപ്പർ പ്രൈസ് ബാൻഡായ 306 രൂപയിൽ നിന്നും 80 രൂപയ്ക്കും 180 രൂപയ്ക്കും ഇടയിലുള്ള ഒരു പ്രൈസിലായിരിക്കും ഈ IPO ലിസ്റ്റഡ് ആകാനുള്ള സാധ്യത. ഇനി നമ്മൾക്ക് ഈ IPOയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമോ വേണ്ടയോ എന്നതിന് തീരുമാനിക്കുന്നതിന് വേണ്ടി കമ്പനിയുടെ സ്ട്രെങ്തും അതുപോലെ തന്നെ വീക്ക്നെസ്സും പരിശോധിക്കാം. നമ്മൾക്കെല്ലാവർക്കും അറിയാം, ചൈന കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ സ്റ്റീൽ എക്സ്പോർട്ടറാണ് ഇന്ത്യ എന്ന രാജ്യം. അതുകൊണ്ട് സ്റ്റീൽ സെക്ടറിലെ ഒരു കമ്പനി ആയതിനാൽ ഈ കമ്പനിക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ രണ്ടാമത്തെ ഫാക്ടർ സ്റ്റീൽ വാല്യൂ ചെയിനാണ്. അതായത് ഈ കമ്പനിക്ക് 13 സ്റ്റേറ്റുകളിലും ഒരു യൂണിയൻ ടെറിട്ടറിയിലുമായി ഏകദേശം 58ഓളം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. ഈ സ്റ്റീൽ സ്ട്രോങ് വാല്യൂ ചെയിൻ കൂടാതെ കമ്പനിയുടെ പ്രധാനപ്പെട്ട ക്ലയൻറ്റുകളും ഈ കമ്പനിയുടെ ഒരു പ്രധാനപ്പെട്ട സ്ട്രെങ്ത് തന്നെയാണ്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ 3 പ്ലാന്റുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വെരി മിനറൽ റിച്ച് ഏരിയയിൽ തന്നെയാണ് ഈ കമ്പനി അതിൻ്റെ പ്ലാന്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതും കമ്പനിയുടെ ഒരു ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഫാക്ടർ തന്നെയാണ്. കൂടാതെ കമ്പനി അതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 5.7 മെട്രിക് ടണ്ണിൽ നിന്നും 11 മെട്രിക് ടണ്ണായി വർദ്ധിപ്പിക്കുന്നതും കമ്പനിയുടെ ഫർദർ ബിസിനസ് അഗ്രസീവ് പ്ലാനും ഈ കമ്പനിയെ സംബന്ധിക്കുന്നിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ റവന്യൂ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സ്പോഞ്ച് അയണിൽ ഈ കമ്പനി ലോകത്ത് തന്നെ 4ാമത്തെ ഏറ്റവും വലിയ പ്രൊഡ്യൂസറാണ്. ഏകദേശം 25% റവന്യൂ സ്പോഞ്ച് അയണിൽ നിന്നാണ് വരുന്നത്. അതുകൂടാതെ ഫെറോ അലോയ്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫെറോ അലോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ്. അവിടെ നിന്നും ഏകദേശം 31% റവന്യൂ ഫെറോ അലോയ്സിൽ നിന്നും വരുന്നുണ്ട്. ഇത് രണ്ടും അതായത് വളരെയധികം വെൽ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ഉള്ള കമ്പനിയാണ്. ഇതും ഈ കമ്പനിയുടെ സ്ട്രോങ് പോയിൻ്റാണ്. കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് അല്ലെങ്കിൽ നെഗറ്റീവ് പോയിൻ്റ് സ്റ്റീൽ സെക്ടറിൻ്റെ സൈക്ലിക് നേച്ചർ തന്നെയാണ്. അതായത് എൻ്റയർ സ്റ്റീൽ സെക്ടറിൻ്റെ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടൈം ടു ടൈമിൽ അപ്ഡേഷൻസ് അപ്പും ഡൗണും ട്രെൻഡ് നമ്മൾക്ക് ഈ കമ്പനികളിൽ കാണാൻ സാധിക്കും. ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഗ്ലോബൽ സ്റ്റീൽ ഡിമാൻഡിനനുസരിച്ചായിരിക്കും ഈ കമ്പനികളുടെ പെർഫോമൻസ് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഗ്ലോബൽ സ്റ്റീൽ ഡിമാൻഡിൽ ഒരു ഡിക്ലൈൻ വരികയാണെങ്കിൽ ഒബിയസ്ലി ഈ കമ്പനിയുടെ നേട്ടമെല്ലാം നഷ്ടത്തിലേക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. ഇത് തന്നെയാണ് ഈ കമ്പനി അസോസിയേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക്. ഇനി IPO പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾ ഈ IPOയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ മിഡ് ടൈം അല്ലെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിൻ പർപ്പസിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. കാരണം മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകളെ നമ്മൾക്ക് ലോങ് ടൈം പോർട്ട്ഫോളിയോയുടെ ഭാഗമാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഈ IPOയെ ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്